നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ ആഴം എത്രത്തോളമുണ്ട് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ശ്രീപൂർണ്ണ ടാരോ ഗാർഡൻസിലേക്ക് സ്വാഗതം. നമുക്കിവിടെ ആദ്യം ലഭിച്ചിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. രണ്ടാമതായി ലഭിച്ചിരിക്കുന്നത് ദ മൂൺ കാർഡാണ്. ഇനി മൂന്നാമതായി ഒരു കാർഡ് എടുക്കാം. മൂന്നാമതായി നമുക്കിവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ്. ഇനി നാലാമത്തെ കാർഡ് ഏതാന്ന് നോക്കാം. നാലാമതായി ലഭിച്ചിരിക്കുന്നത് 10 ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെ പോസിറ്റീവ് ആണ്. ഇനി അവസാനമായി ഒരു കാർഡ് കൂടി എടുക്കാം. നമുക്കിവിടെ അവസാനം ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ നമുക്കിവിടെ ആദ്യം ലഭിച്ചിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് നമ്മുടെ റീഡിങ്ങിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കണ്ടുമുട്ടൽ, നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഒരു യാദൃച്ഛികതയല്ല. പ്രപഞ്ചം കൃത്യസമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിച്ചു എന്നതാണ്. ഇതിനെ നമുക്കൊരു ഫേറ്റഡ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു വിധി നിശ്ചയിച്ച പ്രണയം എന്ന് വിളിക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം. കാരണം ഇതൊരു ചക്രമല്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അപ്പൊ ചക്രം എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കും. അതായത് ചില സമയത്ത് കടുത്ത പിണക്കങ്ങൾ ഉണ്ടാകാം, തൊട്ടടുത്ത നിമിഷം കടുത്ത പ്രണയവും. പക്ഷെ ഓർക്കുക, ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പ്രണയത്തിന്റെ ഒന്നാമത്തെ ആഴം ഇത് പ്രപഞ്ചം ഒപ്പിട്ട അല്ലെങ്കിൽ പ്രപഞ്ചം പറഞ്ഞിരിക്കുന്ന ഒരു ബന്ധം തന്നെ എന്നത് തന്നെയാണ്. രണ്ടാമതായി ലഭിച്ച കാർഡ് മൂൺ കാർഡാണ്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ വൈകാരികമായ ആഴത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രണയം വെറും ഒരു ബാഹ്യ സൗന്ദര്യത്തിലോ സംസാരിക്കുന്ന വാക്കുകളിലോ ഒതുങ്ങുന്നതല്ല. നിങ്ങൾ തമ്മിൽ വാക്കുകളില്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെലിപ്പതിക് കണക്ഷൻ ഉണ്ട് എന്നതാണ്. പക്ഷെ ചന്ദ്രന് ഒരു ഇരുണ്ട വശമുണ്ട്. ചില സമയങ്ങളിൽ അനാവശ്യമായ ഭയങ്ങൾ, സംശയങ്ങൾ, അല്ലെങ്കിൽ ഇയാൾ എന്നെ വിട്ടു പോകുമോ എന്ന ചിന്തകളൊക്കെ നിങ്ങളെ അലട്ടിയേക്കാം. നിങ്ങളുടെ പങ്കാളിയുടെ ഉള്ളിലെ വിഷമങ്ങൾ പുറത്തു പറയാതെ തന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. വികാരങ്ങളുടെ ഒരു മഹാസമുദ്രം തന്നെയാണ് ഈ ബന്ധത്തിന്റെ അടിത്തട്ടിലുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ലഭിച്ചത് നമുക്ക് 7 ഓഫ് കപ്സ് ആണ്. അപ്പൊ 7 ഓഫ് കപ്സിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭാവിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യണം, എങ്ങനെയുള്ള വീട് വേണം, അങ്ങനെ ഒരു മനോഹരമായ സ്വപ്നങ്ങൾ. ചിലപ്പോഴൊക്കെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടക്കുമോ, അങ്ങനെ ഒരു പേടി വരാം. പക്ഷെ ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ സാധ്യതകൾ അനന്തമാണ് എന്നതാണ്. ഒരുമിച്ച് സ്വപ്നം കാണാൻ കഴിയുന്നു എന്നത് തന്നെ പ്രണയത്തിന്റെ വലിയൊരു ആഴമാണ്. പിന്നീട് നമുക്ക് ലഭിച്ച കാർഡ്സ് എന്ന് പറയുന്നത് നാലാമതും അഞ്ചാമതും ലഭിച്ചിരിക്കുന്ന വളരെ പോസിറ്റീവായ കാർഡാണ്. അതായത് 10 ഓഫ് പെന്റക്കിൾസ് ആൻഡ് 9 ഓഫ് പെന്റക്കിൾസ്. അപ്പൊ അത് ഈ റീഡിങ്ങിൽ ഏറ്റവും പോസിറ്റീവായ രണ്ട് കാർഡ്സ് ആണ്. അപ്പൊ 10 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ഈ ബന്ധത്തിന്റെ ഭാവി സുരക്ഷിതമാണ് എന്നതാണ്. ഇത് വെറും ഒരു താൽക്കാലിക പ്രണയമല്ല, മറിച്ച് വിവാഹത്തിലേക്കും ഒരുമിച്ചുള്ള മനോഹരമായ കുടുംബ ജീവിതത്തിലേക്കും നയിക്കുന്ന ഒന്നാണ്. സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ ഒരുമിച്ച് വലിയൊരു വിജയം കൈവരിക്കും. അതേസമയം 9 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കുടുങ്ങിപ്പോയ ഒരു അവസ്ഥയൊന്നുമല്ല. പല പ്രണയങ്ങളിലും പരസ്പരം നിയന്ത്രിക്കാൻ നോക്കാറുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ രണ്ടുപേർക്കും സ്വന്തമായ സ്വാതന്ത്ര്യമുണ്ട്, പരസ്പരം ബഹുമാനമുണ്ട്. പങ്കാളി കൂടെയുള്ളപ്പോൾ നിങ്ങൾ ശക്തരാണ്, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം പര്യാപ്തരുമാണ്. ഒരു പെർഫെക്റ്റ് ആയ ബാലൻസ് ഈ ബന്ധത്തിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ ആഴം അളക്കാനാവാത്തതാണ്. അത് വിധി തന്നത് തന്നെയാണ്. ആത്മീയമാണ്, സ്വപ്നങ്ങളുള്ളതാണ്, തികച്ചും സുരക്ഷിതവുമാണ്. ഈ റീഡിംഗ് നിങ്ങളിൽ എത്ര പേർക്ക് കൃത്യമായി അനുഭവപ്പെട്ടു എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പങ്കാളിയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ടാരോട്ട് റീഡിങ്ങുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിനായി മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും വരിക.